الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم ونفسي أولا بتقوى الله. قال تعالى في كتابه الكريم: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا فرغت فانصب وإلى ربك فارغب صدق الله العظيم. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി ഞങ്ങളെ ഉണർത്തുകയാണ്. ജീവിതത്തെക്കുറിച്ച് ഭൗതികമായി മാത്രം കാണുന്നവർക്ക് ചില വീക്ഷണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വെക്കേഷൻ. ഒരാൾ ജോലി ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ലീവ്, പിന്നീട് വർഷത്തിൽ 30 ദിവസം ലീവ്, പല എണ്ണത്തിലുമായി ആ ലീവിന് മാറ്റമുണ്ടാകും. ജോലി ചെയ്യുക എന്നതിൻ്റെ സങ്കല്പമനുസരിച്ച് അതൊരു അധ്വാനമാണ്, അധ്വാനിച്ചാൽ വിശ്രമിക്കണം എന്ന സങ്കല്പമനുസരിച്ച് 8 മണിക്കൂർ ജോലി ചെയ്താൽ 16 മണിക്കൂർ വിശ്രമിക്കണം. അങ്ങനെയാണ് 24 മണിക്കൂർ ഉണ്ടാകുന്നത്. ഇത് യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്നവനോടുള്ള ഒരനുകമ്പയിൽ നിന്ന് ആരംഭിച്ചതാണോ, അതല്ല മറ്റു ചില സാമൂഹ്യ സാഹചര്യങ്ങൾ പരിഗണിച്ചുണ്ടാക്കിയതാണോ എന്നത് പഠിക്കേണ്ടതുണ്ട്. ജോലി ചെയ്യുക എന്നത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തിയപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവർ പഠിക്കുക എന്ന ജോലി ചെയ്യുന്നതിനാൽ ഒഴിവ് കൊടുക്കണം. മാത്രമല്ല, പാഠ്യപദ്ധതിയെക്കുറിച്ച് വിവരമുള്ള ആളുകൾ ഒരുപാട് പഠിച്ചു. ഈ വിവരമില്ലാത്ത കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച്. അങ്ങനെ വിവരമില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കാൻ വിവരമുള്ള ആളുകൾ പലതും കണ്ടെത്തി. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ പാഠ്യപദ്ധതിയുടെ
ക്രമാനുഗതമായ ഉയർച്ച. അക്കൂട്ടത്തിൽ തന്നെ ഉള്ള മറ്റൊന്നാണ് വീക്ക്ലി ഹോളിഡേയ്സിന് പുറമെ ഒരു മധ്യവേന അവധിക്കാലം എന്നോ ഏതെങ്കിലും പേരിലുള്ള ഒഴിവുകൾ. സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് ഇതാവശ്യമാണ്. ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് ലീവ് വേണം. സ്ഥാപനത്തിന്റെ നടത്തിപ്പിനും ഇങ്ങനെ ചില സൗകര്യങ്ങൾ വേണം. അതിനാലാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇങ്ങനെ ചില സൗകര്യങ്ങളുള്ളത്. എന്നാൽ പഠിക്കുന്ന ആളുകൾ അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് തന്നെ ഇങ്ങനെയാണ് മനസ്സിലാക്കുക. നിങ്ങൾ ആഴ്ചയിലെ ഒഴിവു ദിവസത്തിന് തൊട്ട് മുൻപ് ഒരു വിദ്യാർത്ഥിയുമായി സംസാരിച്ചാൽ അവന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് പഠിച്ചിരുന്ന ദിവസങ്ങളല്ല, നാളെ ഒഴിവാണ് എന്ന സങ്കല്പമാണ്. അതായത് അവന്റെ മനസ്സിന്റെ താൽപര്യം തന്റെ ഭാവി കെട്ടിപ്പടുക്കാൻ അനിവാര്യമായ വിജ്ഞാനം സമ്പാദിക്കുന്ന ദിവസങ്ങളിലല്ല, അവന് കാര്യമായി ഒന്നും ലഭിക്കാതെ വെറും കളിതമാശയിൽ കഴിച്ചുകൂട്ടാനുള്ള ഒഴിവ് ദിവസങ്ങളിലാണ്. ആഴ്ചതോറും അങ്ങനെയുള്ള ഒരു മനസ്സ് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു വിദ്യാർത്ഥി വർഷാവസാനം പരീക്ഷയെ നേരിടുന്നത് തന്നെ പരീക്ഷ കഴിഞ്ഞാൽ ഒഴിവാണ് എന്ന മനസ്സോട് കൂടിയാണ്. കൊല്ലപ്പരീക്ഷയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? ഒഴിവായിരിക്കും. എത്ര ഒഴിവ്? 2 മാസം. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, 2 മാസം എന്ന് പറയുന്നത് ഒരു കൊല്ലത്തിലെ 10ൽ 2ആണ്, 12ൽ 2ആണ്. അപ്പൊ 12 കൊല്ലം പഠിക്കുന്ന ഒരു കുട്ടി എത്ര കാലമാണ് ഈ ഒഴിവ് അനുഭവിക്കുന്നത് എന്ന് ഞാൻ ഓർത്തു. 24 മാസം, അതായത് 2 കൊല്ലം. 12ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ 2 വർഷക്കാലം നമ്മുടെ മക്കൾ അനുഭവിക്കുന്നത് പഠനമില്ലാത്ത അവസ്ഥയാണ്. അതിൽ അവർ കണ്ടെത്തുന്നത് ആനന്ദവും. ആ ആനന്ദത്തിന് അവർ കണ്ടെത്തിയ വഴികളിൽ പലതുമുണ്ട്. ഒരു വഴി, ബാറ്റ് വാങ്ങിക്കൊടുക്കാൻ പിതാവ് സന്നദ്ധനാകുന്നില്ലെങ്കിൽ മുറ്റത്തുള്ള ഓലമട്ടലിൽ നിന്ന് ഒരു ബാറ്റ് സംഘടിപ്പിക്കുക എന്നതാണ്. തുടർന്ന് നടക്കുന്ന അടിയിൽ വീട്ടിലെ ചില്ലൊക്കെ പൊട്ടും. അത് പിന്നെ നമ്മൾ വിഷയമാക്കിയിട്ട് കാര്യമില്ല. കാരണം അടിക്കുന്നത് വേറൊരാൾ മനസ്സിൽ കണ്ടിട്ടാ. ആ ആൾ അടിച്ചതുപോലെ അടിക്കണമെന്നേ ഉള്ളൂ. കളി അതിൻ്റെതായ പൂർണ്ണതയിൽ രാവിലെ അങ്ങോട്ട് പോയാൽ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചുകൊള്ളണമെന്നില്ല, കളി തുടരും. സന്ധ്യയായാൽ ഈ തട്ടുന്ന സാധനം കാണാനുള്ള സാധ്യത കുറഞ്ഞാൽ മാത്രമേ കളി നിൽക്കൂ. അങ്ങനെ 2 കൊല്ലം +2 പഠിക്കുമ്പോഴേക്ക് കളിച്ചു തീർക്കാനുള്ളതാണ്. ഇത് ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നാം എങ്ങനെയാണ് കാണേണ്ടത് എന്നതാണ് നമ്മുടെ വിഷയം. ദീനുൽ ഇസ്ലാമിൽ നാം ഏത് ജോലി ചെയ്യുകയാണെങ്കിലും ആ ജോലി സ്വന്തമായി നമ്മുടെ വ്യവസായമോ വ്യാപാരമോ കൃഷിയോ അത് ചെയ്യുകയാണെങ്കിൽ ആ ജോലിയും, മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജോലി നാം ചെയ്യുമ്പോൾ ഉദ്യോഗമെന്നോ മറ്റോ നിങ്ങളതിന് പേര് നൽകുക, ആ ഉദ്യോഗം നാം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ജോലിയും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ പടച്ച തമ്പുരാന് നാം അർപ്പിക്കുന്ന നമ്മുടെ ഇബാദത്തുകളിൽ ഒരു ഇബാദത്താണ് ആവണം. അള്ളാഹുവിനുള്ള ഇബാദത്തല്ലാത്ത ഒരു കാര്യം ചെയ്യാൻ മുസ്ലിം ഇവിടെ ജീവിക്കുന്നില്ല.
വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്അമൂൻ. പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ അതിന്റെ വിശദീകരണം ഏറ്റവും കൂടുതൽ കേട്ട ശ്രോതാക്കളാകയാൽ ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. ആ ഇബാദത്ത് എന്നതുകൊണ്ട് എന്തെല്ലാമാണ് ഉദ്ദേശമെന്ന് പൂർവികരായ പണ്ഡിതന്മാർ വളരെയേറെ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് ജോലി ചെയ്ത് കഴിയുമ്പോൾ ക്ഷീണമുണ്ടാകും. ക്ഷീണം തീർക്കാൻ നാം ചെയ്യുന്ന ഒന്നാണ് ഉറങ്ങുക എന്നത്. അങ്ങനെ ഒരു വിശ്വാസി നിദ്രാസുഖം അനുഭവിക്കുന്നത്, ഉറങ്ങുന്നത് ഇബാദത്താണ്. ഉറങ്ങുന്നതിന് മുൻപ് ഒരു ദുആ ചൊല്ലണമെന്നും ഉറങ്ങി ഉണരുമ്പോൾ ഒരു ദുആ ചൊല്ലണമെന്നും നിങ്ങളെല്ലാം പഠിച്ചിട്ടില്ലേ? ഇബാദത്തല്ലെങ്കിൽ, അള്ളാഹുവിന്റെ അടുക്കൽ പുണ്യമുള്ള ഒരു കാര്യമല്ലെങ്കിൽ എന്തിനാണ് അതിന്റെ മുൻപും പിമ്പും പ്രാർത്ഥന? അപ്പോൾ ഉറക്കം എന്നത് ഇബാദത്താണ് എന്ന് ഇമാം ഗസാലി റഹ്മഹുല്ലാ വിശദമായി പറഞ്ഞത് ഇന്ന് നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്നു. ആഹാരം കഴിക്കുമ്പോൾ നാം പള്ളിയിലേക്ക് കയറി വരുമ്പോൾ എന്താണ് ചെയ്തത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. പരമകാരുണികനായ കരുണാനിധിയായ അള്ളാഹുവിന്റെ നാമത്തിൽ, അള്ളാഹുവേ നിന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരണമേ. അത് പറഞ്ഞാണ് എല്ലാവരും പള്ളിയിലേക്ക് കയറുന്നത്. ആഹാരം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. പള്ളിയിൽ വരുമ്പോഴും പറയാനുള്ളത് അത് തന്നെ, നമ്മുടെ ആഹാരം കഴിക്കുമ്പോഴും നമുക്ക് പറയാനുള്ളത് അത് തന്നെ. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അല്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. എനിക്ക് ആഹാരം തന്ന, പാനീയം തന്ന, എന്നെ അള്ളാഹുവിനെ അനുസരിക്കുന്ന അടിയാറുകളിൽ ഉൾപ്പെടുത്തിയ അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. ആദ്യവും പ്രാർത്ഥന, അവസാനവും പ്രാർത്ഥന, അതിനിടയിൽ നടക്കുന്ന കർമ്മം ഇബാദത്ത്, സംശയമില്ല. അപ്പോൾ നമ്മുടെ ജീവിതം പരിപൂർണമായും അല്ലാഹു സുബ്ഹാനഹു വ തആലാക്കുള്ള ഇബാദത്താണെങ്കിൽ ആ ജീവിതത്തിൽ നമുക്ക് കൃഷി ചെയ്യേണ്ടതുണ്ട്. ആ ജീവിതത്തിൽ നമുക്ക് കച്ചവടം ചെയ്യേണ്ടതുണ്ട്. കച്ചവടം ചെയ്യുമ്പോൾ ആ കച്ചവടത്തെക്കുറിച്ച്, കൃഷി ചെയ്യുമ്പോൾ ആ കൃഷിയെക്കുറിച്ച്. എന്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചത്? ഒരു സത്യവിശ്വാസി ഒരു ചെടി നടുകയും അതിൽ നിന്ന് കായ്കനികൾ ഉണ്ടാവുകയും ചെയ്താൽ ആ കായ്കനി മനുഷ്യരോ മൃഗങ്ങളോ പക്ഷികളോ ആര് തന്നെ ഭക്ഷിക്കുകയാണെങ്കിലും അത് അയാൾക്ക് പുണ്യമായിരിക്കും. നോക്കൂ, എന്തൊരു വലിയ ഇബാദത്ത്! നിങ്ങൾ കൊണ്ടുപോയി കുഴിച്ചിട്ട സസ്യം മുളച്ചു പൊങ്ങി അതിൽ കായ്കളുണ്ടാകുന്നു, വിത്തുകളുണ്ടാകുന്നു, അതിൽ നിന്ന് കുറെ നിങ്ങൾക്ക് ലഭിക്കുന്നു, ധാരാളം മറ്റു പലരും തിന്നുപോകുന്നു. തിന്നുപോകുമ്പോൾ മനപ്രയാസമുണ്ടാകും. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ നട്ട നെല്ലിൽ നിന്ന് നെൽക്കതിരുകൾ തത്ത പറിച്ചു കൊണ്ടുപോകുമ്പോൾ ആ തത്ത ഭുജിക്കുന്നതിന്റെ പുണ്യം അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കൃഷിയുടെ എല്ലാ മേഖലയും അങ്ങനെ തന്നെ. അത് വാവലും മൃഗങ്ങളും പക്ഷികളും എല്ലാം അനുഭവിക്കുന്നു, മനുഷ്യരും അനുഭവിക്കുന്നു. ആരനുഭവിച്ചാലും കർഷകന് പുണ്യമുണ്ട്. ഇല്ലാ കാനത്ത് ലഹു സദഖ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിക്കുന്നത്. കച്ചവടക്കാരൻ
അത്താജിറു സദൂഖുൽ അമീൻ മഅൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. സത്യസന്ധനായ വിശ്വസ്തനായ കച്ചവടക്കാരൻ പ്രവാചകന്മാരോടൊപ്പം സത്യ മാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രബോധനം ചെയ്ത പ്രബോധകരോടൊപ്പം സുഹൃതവാന്മാരായ സദ്വർത്തരായ ആളുകളോടൊപ്പം നാളെ സ്വർഗത്തിൽ സന്തോഷത്തോടു കൂടി വസിക്കും. ഇബാദത്താണ്. നാം മറ്റൊരാളുടെ ജോലി ഏറ്റെടുത്ത് ചെയ്യുന്നത് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ അതിന് അമാനത്ത് എന്നാണ് പറയുന്നത്. ആ ജോലി ഏറ്റെടുത്ത് ചെയ്യുന്നത് ജോലി ശരീരം അധ്വാനിക്കുന്ന ജോലിയാവാം, നമ്മുടെ മസ്തിഷ്കം അധ്വാനിക്കുന്ന ജോലിയാവാം. ഏത് ജോലിയാണെങ്കിലും ജോലി കഴിയുമ്പോൾ പ്രതിഫലം തരാൻ ജോലി നൽകിയ ആൾ ബാധ്യസ്ഥനാണ്. അതിന് ഇസ്ലാം പ്രയോഗിക്കുന്ന പദത്തിൽ പ്രത്യേകതകളുണ്ട്. അഅ്തുൽ അജീറ ഹഖ്ഖഹു ഖബ്ല അൻ യജിഫ അറഖുഹു. നിങ്ങൾ തൊഴിലാളിക്ക് അയാളുടെ അവകാശം നൽകണം. അയാൾ അധ്വാനിക്കുമ്പോൾ വാർന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന വിയർപ്പില്ലേ, അത് വറ്റുന്നതിന് മുൻപ്. അങ്ങനെ ഇസ്ലാം തൊഴിലിനെ അങ്ങേയറ്റം ആദരിക്കുകയും ആ തൊഴിൽ ചെയ്യുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരിക്കൽ ഒരു സഹാബി വര്യൻ വന്ന് സലാം പറഞ്ഞപ്പോൾ അദ്ദേഹവുമായി ഹസ്തദാനം നടത്തി. ഹസ്തദാനം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കൈയിന്റെ പരുപരുപ്പ് തിരുമേനിക്ക് അനുഭവപ്പെട്ടു. നന്നായി അധ്വാനിക്കുന്നത് കൊണ്ട് കൈയിനകത്തെല്ലാം തഴമ്പാണ്. തിരുമേനി ആ കൈ അടുത്ത് പിടിച്ച് തടവിക്കൊണ്ട് പറഞ്ഞു, ഹാദിഹി യദുൻ യുഹിബ്ബുഹ അല്ലാഹു വറസൂലു. അല്ലാഹുവും അവന്റെ ദൂതനും ഇഷ്ടപ്പെടുന്ന കൈയാണിത്. അധ്വാനം ഇസ്ലാമിക വീക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട പുണ്യകർമ്മമാണ്. മാ മിൻ അഹദിൻ യഅ്കുലു തആമൻ ഖത്തു ഖൈറൻ മിൻ അമലി യദിഹി. സ്വന്തം അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന ആഹാരത്തേക്കാൾ ഉത്തമമായ ഒരാഹാരവും ആരും കഴിക്കുന്നില്ല. നോക്കൂ, എത്ര വലിയ വിശാലമായ വീക്ഷണമാണ് ജീവിതത്തെക്കുറിച്ച് ഇസ്ലാമിനുള്ളത്. ആ വീക്ഷണത്തിൽ നമ്മുടെ മണിക്കൂറുകളിൽ എത്ര ലീവ് എന്നതല്ല, എത്ര ജോലി ചെയ്യുന്നു എന്നതാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത്. നാം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഒരാഴ്ചയിൽ നിങ്ങൾ എത്ര ദിവസം പഠിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ മനസ്സ് നിൽക്കേണ്ടത്. പഠിക്കാൻ ഒന്നുമില്ലാത്ത ദിവസത്തെക്കുറിച്ചല്ല. നാം നമ്മുടെ മക്കളെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ഫഇദാ ഫറഗ്ത ഫൻസബ് എന്നാണ്. നീ ഒരു ജോലിയിൽ നിന്ന് വിരമിച്ചാൽ കൂടുതൽ അധ്വാനിക്കുക. ഒരു ഡ്യൂട്ടി, ഇസ്ലാമികമായ ഒരു കർമ്മം അല്ലെങ്കിൽ ഭൗതികമായ ഒരു കർമ്മം, അത് നിർവഹിക്കുന്നതോടുകൂടി നേരെ ചൊവ്വേ പോയി വിശ്രമിക്കുക എന്നല്ല. വീക്കെൻഡ് എന്നുള്ള സങ്കല്പം തെറ്റാ. ആ സങ്കല്പത്തിന്റെ എല്ലാ വൃത്തികേടുകളും ലോകം അനുഭവിക്കുന്നത് നാം കാണുന്നു. അങ്ങനെ വീക്കെൻഡ് ഇല്ല. അടുത്തൊരു വീക്കിന് വേണ്ടി നമ്മുടെ മനസ്സ് കൊതിക്കണം. ജോലിയില്ലാത്ത ഒരു ദിവസത്തേക്കാൾ ജോലിയുള്ള ദിവസത്തെ നാം സ്നേഹിക്കണം. ഇത് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത് പ്രയോജനപ്പെടുത്തുന്ന വശത്തെക്കുറിച്ചാണ് ഞാൻ പ്രധാനമായും സൂചിപ്പിക്കുന്നത്.
2 മാസക്കാലം ഒഴിവ്. 2 മാസം 4ാം സ്റ്റാൻഡേർഡിൽ പഠിച്ചത് മറന്നതിന് ശേഷം 5ാമത്തെ സ്റ്റാൻഡേർഡിൽ പഠിക്കാൻ വേണ്ടിയല്ല സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത്. 4ാം സ്റ്റാൻഡേർഡിൽ പഠിച്ചതിന്റെ തുടർച്ചയാണ് 5. 5ൽ പഠിച്ചതിന്റെ തുടർച്ചയാണ് 6. അങ്ങനെ 9ൽ പഠിച്ചതിന്റെ തുടർച്ചയാണ് 10. 9ൽ പഠിച്ച കുട്ടികളാകുമ്പോൾ 10ൽ പബ്ലിക് എക്സാമിനേഷൻ ഉണ്ട്. പബ്ലിക് എക്സാമിനേഷൻ ഉള്ളതിനാൽ ആ കുട്ടികൾക്ക് ഈ വിശ്രമ സമയത്തെക്കുറിച്ച് എന്ത് ചെയ്യണം എന്ന ഒരു ചിന്ത വരുന്നു. അവർക്ക് ആ സമയത്ത് ട്യൂഷൻ കൊടുക്കണമെന്നോ അവരെ പ്രത്യേകം പഠിപ്പിക്കണമെന്നോ. ഇതുപോലെ 11 കഴിയുമ്പോൾ 12ൽ പബ്ലിക് എക്സാമിനേഷൻ വരുന്നുണ്ട്. ആകെ എക്സാമിനേഷന് വേണ്ടി പഠിക്കുന്ന ഒരു വിഭാഗം. അത് ഇസ്ലാമികമായ വിദ്യാഭ്യാസ രീതിയല്ല. ഇസ്ലാം വിദ്യാഭ്യാസം എന്നത് ലോകത്തെ ഏറ്റവും വലിയ ഒരു വിപ്ലവമാക്കിയ പ്രത്യയശാസ്ത്രമാണെന്ന് ഞാനും നിങ്ങളും മറക്കാൻ പാടില്ല. വിദ്യാഭ്യാസം എന്നത് ഇത്രയേറെ വിഷയമാക്കിയ ഒരു നേതൃത്വത്തെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനായിരിക്കണമെന്ന് അള്ളാഹു നിശ്ചയിച്ചു. ആ തിരുമേനി മുസ്ലിങ്ങളും ശത്രുക്കളുമായി ആദ്യം ഏറ്റുമുട്ടിയ ബദറിൽ ശത്രുക്കളെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത് അന്നത്തെ 4000 ദിർഹമായിരുന്നു. ഒരു വ്യക്തിക്ക് പോകണമെങ്കിൽ അയാൾ മോചനദ്രവ്യമായി 4000 ദിർഹം മുസ്ലിം സൈന്യത്തിന് നൽകണം. അപ്പോഴാണ് അദ്ദേഹത്തെ തടവിൽ നിന്ന് വിട്ടയക്കുക. ഈ 4000 ദിർഹം ഇല്ലാത്ത ഒരു വ്യക്തി അക്ഷരജ്ഞാനമുള്ളവനാണെങ്കിൽ 10 മുസ്ലിങ്ങളെ അക്ഷരജ്ഞാനമുള്ളവരാക്കിയാൽ അയാൾക്ക് പോകാം. ഇന്ന് നമ്മൾ 4 ലക്ഷം രൂപ എന്ന് പറയുന്നതിനേക്കാൾ വലുതാണ് അന്ന് 4000 ദിർഹം. അതായത് 200 ദിർഹം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾ ധനികനാണ്, സക്കാത്ത് കൊടുക്കണം. അങ്ങനെയുള്ള 4000 ദിർഹം വാങ്ങിയതിന് പകരം 10 മനുഷ്യർക്ക് അക്ഷരജ്ഞാനമുണ്ടാക്കാൻ അവസരം കൊടുക്കുകയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ വിലയാണ് വിജ്ഞാനത്തിനും അക്ഷരജ്ഞാനത്തിനും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. അത് മനസ്സിലാക്കിയവരായിരുന്നു നമ്മുടെ പൂർവികർ. അതിനാൽ അവർ ലോകത്ത് ഒരു ഭാഗം മുതൽ അങ്ങേ ഭാഗം വരെ പോകുമ്പോഴെല്ലാം അറിവെവിടെ എന്നതായിരുന്നു അവരുടെ മനസ്സിൽ. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഉത്ലുബുൽ ഇൽം വലു ബിസ്സീൻ. ചൈനയോളം പോകേണ്ടി വന്നാൽ അവിടെ പോയും നിങ്ങൾ വിജ്ഞാനം സമ്പാദിക്കണം. മതകാര്യങ്ങൾ പഠിക്കണമെന്നല്ല. ചൈനയിൽ പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് മതകാര്യം പഠിക്കാനൊക്കുകയില്ലല്ലോ. ഭൗതികമായി നാം ഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്ന വിജ്ഞാനം അത് സമ്പാദിക്കാൻ അങ്ങേയറ്റം പോകണമെന്നാണ് ആവശ്യപ്പെട്ടത്. അത് മനസ്സിലാക്കിയതുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന് എല്ലാ ശാസ്ത്രശാഖകളിലും ഉഗ്രശീർഷരായ പണ്ഡിതന്മാരുണ്ടായി. ആ പണ്ഡിതന്മാരുടെ പാണ്ഡിത്യം ഉപയോഗപ്പെടുത്തിയാണ് പാശ്ചാത്യർ അതിൽ കൂടുതൽ ഗവേഷണം നടത്തിയിട്ട് സാങ്കേതിക വിദ്യയിൽ ഇന്ന് നമുക്ക് അസൂയ തോന്നുന്ന രംഗത്തെത്തിയത്. അവർ സമ്മതിക്കുന്നു ഞങ്ങളുടെ ഗുരുക്കന്മാർ മുസ്ലിം പണ്ഡിതന്മാരാണെന്ന്. ഏറ്റവും അവസാനം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ഹെൻറി കിസിഞ്ചർ ആണ് ഇസ്ലാമിക് കോൺട്രിബ്യൂഷൻ ടു സിവിലൈസേഷൻ, നാഗരികതയ്ക്ക് ഇസ്ലാമിന്റെ സംഭാവന എന്ന പേരിൽ ഒരു ലേഖനത്തിൽ മധ്യനൂറ്റാണ്ടിൽ യൂറോപ്പിന് മുസ്ലിങ്ങൾ വൈജ്ഞാനികമായി കഴിവുകൾ നൽകിയതിനെക്കുറിച്ച് പഠിക്കുന്നു. നമ്മുടെ മനസ്സിലോ പരീക്ഷ ജയിക്കാൻ പബ്ലിക് പരീക്ഷ ഉണ്ടെങ്കിൽ കുട്ടികൾ പഠിക്കണം.
ഈ കുട്ടികളെ നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലെ ബേസിക് എഡ്യൂക്കേഷനാണ്. അത് പരീക്ഷയുമായി കാര്യമായ ബന്ധമൊന്നുമില്ല, ജീവിതവുമായി അതിന് ബന്ധമുണ്ട്. അതിൽ പഠിക്കുന്ന കണക്കും, അതിൽ പഠിക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജും, അതിൽ പഠിക്കുന്ന മറ്റ് സാമൂഹ്യ ജ്ഞാനവും എല്ലാം തന്നെ മരിക്കുന്നത് വരെ നിങ്ങളുടെ മക്കൾക്ക് ആവശ്യമുള്ള അടിസ്ഥാന വിദ്യാഭ്യാസമാണ്. പഠിക്കുന്ന ഓരോന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിക്കുമ്പോൾ നമ്മൾ വലിയ വിവരം ഉണ്ടാവണമെന്നും അവർക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് ഗുമസ്തന്മാരെ ആവശ്യമുണ്ടായിരുന്നു. ക്ലർക്ക് എന്ന് ഇംഗ്ലീഷ് പറയുന്ന ആ സാധനം, അതന്ന് വലിയ സംഗതിയാണ്. ഒരാൾ ക്ലർക്കാണെങ്കിൽ പിന്നെ അയാളെ പേരൊക്കെ മറന്നിട്ട് എല്ലാവരും ക്ലർക്ക് എന്നാ പറയും. അങ്ങനെയുള്ള കുറെ ആളുകളെ ഉണ്ടാക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരൻ സംഘടിപ്പിച്ച ഒരു സിലബസിനെയാണ് ദൗർഭാഗ്യവശാൽ ഞാനും നിങ്ങൾ ഇപ്പോഴും തുടരുന്നത്. ആ സിലബസിന്റെ തത്വം എന്താണ്? 40% അറിയുന്ന ആളെ എങ്ങനെയെങ്കിലും ഗുമസ്തനാക്കാൻ കൊള്ളാം. 40% ഒരാൾക്ക് അറിയെങ്കിൽ അയാൾക്ക് അറിയാതെ പോയത് എത്രയാണ്? 60%. 60% വിവരക്കേടോട് കൂടിയ ആളുകളെയാണ് നമ്മൾ ഈ പഠിച്ചു ജയിച്ചു എന്നൊക്കെ പറഞ്ഞു വിടുന്നത്. ഈ 60% വിവരക്കേട് പരീക്ഷ ആകെ നടന്നത് പഠിച്ചതിന്റെ 10% വരില്ല. അതിന് 60% വിവരക്കേടാണ്. ചിലപ്പോൾ അടുത്ത പാഠത്തുനിന്നാണ് ചോദ്യമെങ്കിൽ കുട്ടി ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല. പഠിപ്പിക്കുന്ന ആളുകൾക്ക് തന്നെ ചില വിദ്യ അവസാനം റിവിഷൻ എന്ന് പറഞ്ഞ് ആവർത്തിച്ച് പഠിക്കുമ്പോൾ കുട്ടികളോട് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ എന്തിനേ ബാക്കിയൊക്കെ ഇതിനകത്ത് കുറെ പാഠങ്ങൾ എന്നുവെച്ചാൽ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് ഇവിടെയാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് പഠിച്ച് ഓർമ്മിക്കാൻ കഴിയുന്നതിൽ ഒരു 40% മാർക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞാൽ ജയിക്കും. ആകെ കൂടി ഈ മനുഷ്യനെ നമ്മൾക്ക് കിട്ടിയാൽ അയാളിൽ ഒരുപാട് വിവരക്കേടും കുറച്ച് വിവരവും ഉണ്ടാവും. ആ വിവരത്തിന് നിങ്ങൾ 40%എന്നോ 35% പറഞ്ഞു. ഇത് കുറച്ചുകൂടി പഴയ കഥയെന്ന് ഇപ്പൊ ചിലർക്ക് തോന്നുന്നുണ്ടാവും. ആകെ 210 കിട്ടിയാൽ ജയിക്കുന്ന ഈ കാലത്ത് നിങ്ങൾ എന്ത് ഈ 40% പറഞ്ഞുകൊണ്ടിരിക്കുന്നു? ഞാൻ കുറച്ചും കൂടി ഒന്നൊരു ഹയർ ലെവൽ മനസ്സിൽ വെച്ചിട്ട് പറഞ്ഞതാന്ന് വെച്ചാൽ മതി. മുസ്ലിങ്ങൾ പഠിച്ചാൽ പഠിച്ചത് അവർക്ക് നിശ്ചയം ഉണ്ടാവണം. ഒരു കുട്ടി 7, 3, 10 പഠിച്ചു, അവൻ 6, 4, 10 നിശ്ചയില്ലാതെ ഇരുന്നാൽ എന്താണ് അവസ്ഥ? കണക്കില് ഇവനെ കുറച്ച് കണക്ക് തെറ്റിയിട്ട് ബാക്കി 40% കിട്ടുമ്പോണ്ടായത് അതല്ലേ? അവന് 7, 3, 10, 6, 4, 10, 5, 5, 10 ഒക്കെ അറിയണം. അതുകൊണ്ട് അറിവ് എന്നതിന്റെ നേരെ നമ്മുടെ കുട്ടികൾക്കുള്ള കാഴ്ചപ്പാട് മാറ്റിയെടുത്ത് അതൊരു ഇസ്ലാമികമായ കാഴ്ചപ്പാടാക്കണം. വിദ്യാഭ്യാസ കാലം എന്നത് എല്ലാ സൗകര്യങ്ങളും നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് പഠിക്കാനും വളരാനുമുള്ള അവസരമാണ്. വിനോദം എന്ന് പറയുന്നത് വളരെ പരിമിതമായി മാത്രം ഉണ്ടാകേണ്ട ഒന്നാണ്. അത് കുട്ടിക്ക് മനസ്സിലാകാൻ സ്കൂളിലെ സിലബസിൽ ആകെ എത്രയാണ് ഫിസിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടി മാറ്റിവെച്ചതെന്ന് അവനോട് തന്നെ നോക്കാൻ പറഞ്ഞാൽ മതി. അത്രേ അവന്റെ ജീവിതത്തിൽ അവനെ ചെയ്യേണ്ടതുള്ളൂ. ബാക്കി അവൻ പഠിക്കണം, ഒഴിവുകാലത്തും പഠിക്കണം. പഠിക്കുന്നത് ആ പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്താകാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പുറത്തേക്കും പോകണം. അങ്ങനെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടോടുകൂടി നമ്മളുടെ കുട്ടികളെ പഠിപ്പിക്കുക, വിജ്ഞാനമുള്ളവരാക്കി തീർക്കുക. എന്നാൽ ഞാനിങ്ങനെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലെല്ലാം മുസ്ലിങ്ങളായിരുന്നു ഏറ്റവും മുന്നിൽ എന്ന് പറയുമ്പോൾ അത്ഭുതം കൂറുന്ന നമ്മുടെ മനസ്സ് മാറും. നമുക്കൊരുപാട് കലാമുകളും ഖദീറുകളും ഒക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മക്കളെ വിജ്ഞാനത്തിന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് അവരെ വിദ്യാലയങ്ങളിലേക്ക് അയക്കുക, അവരുടെ ഒഴിവു സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന്റെ ആത്മീയമായ മാനവും സ്ഥാനവും മനസ്സിലാക്കുന്നതോടൊപ്പം
ഭൗതികമായ അതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി ജീവിക്കുന്ന വിജയികളായ അടിയാറുകളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ.